നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വഖഫ് വിഷയത്തിൽ ബിജെപി സർക്കാരിന്റേത് തീക്കളിയെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. സുപ്രീം കോടതി വിധി ബിജെപിക്കേറ്റ പ്രഹരം. ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി പാലക്കാട്ടെത്തിയ എം.എ. ബേബിക്ക് ഉജ്ജ്വല വരവേൽപ്പ്. വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. മുനമ്പത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ബിജെപിയും ആർ.എസ്.എസും നടത്തിയ ശ്രമം വിലപ്പോയില്ലെന്നതിനു തെളിവാണ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെന്ന് എം.വി. ഗോവിന്ദൻ. പാലക്കാട് നഗരസഭയുടെ ഒരു പദ്ധതിക്ക് ആർ.എസ്.എസ് സ്ഥാപകന്റെ പേരിടുന്നത് ഉചിതമായ നടപടിയല്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയോ ഭരണാധികാരികളെന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെയോ പേരാണ് നിശ്ചയിക്കുന്നതെങ്കിൽ യുക്തിയുണ്ട്. നേതാക്കൾക്ക് സ്മാരകം വേണമെങ്കിൽ അതാത് പാർട്ടികൾക്ക് സ്വന്തമായി നിർമ്മിക്കാമെന്നും മന്ത്രി. ത്യാഗസ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ. വിവിധ കേന്ദ്രങ്ങളിൽ കുരിശിന്റെ വഴി. ഇനി പ്രാർത്ഥനയോടെ ഉയിർപ്പു തിരുനാളിനായുള്ള കാത്തിരിപ്പ്. വാർത്തകൾ വിശദമായി. വഖഫ് വിഷയത്തിൽ തീക്കളിയാണ് ബിജെപി സർക്കാർ നടത്തുന്നതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ കണ്ട നടൻ ജനലിലൂടെ ചാടി രക്ഷപ്പെട്ട സംഭവത്തിൽ ജനലിലൂടെ ആര് ചാടി എന്നതല്ല, ലഹരിയാണ് പ്രശ്നമെന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി എം.എ. ബേബി പറഞ്ഞു. ചലച്ചിത്ര താരങ്ങൾ മാതൃകയാകേണ്ടവരാണ്. ആര് ജനലിലൂടെ ചാടി എന്നുള്ളതല്ല, ഇതിനെ സാമൂഹ്യ പ്രശ്നമെന്ന നിലയിലാണ് അഡ്രസ് ചെയ്യേണ്ടത്. സമൂഹത്തിൽ ലഹരി ഉപയോഗം ഇല്ലാതാകണം. വലിയ ഇടപെടലുണ്ട്. മാധ്യമങ്ങൾ രണ്ട് ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് സംസാരിച്ചു. നിങ്ങളുടെ ഒരു ദൃശ്യമാധ്യമത്തിന്റെ പ്രധാന നേതാവ് തന്നെ ശ്രീകണ്ഠൻ നായർ പറയുന്നത് എന്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു കേരള യാത്ര നടത്തുന്നത്. വേറെ എന്തുകൊണ്ട് ചാനലുകൾ എന്നോട് സംസാരിച്ചു. ഞങ്ങളുടെ ചാനല് ഈ മയക്കുമരുന്നിനെതിരായിട്ട് കാര്യങ്ങൾ. അപ്പൊ ആ നിലയിൽ ഒരു സാമൂഹ്യ, അപ്പൊ അതിലൊരു പൊതു പ്രശ്നമായി കാണുന്നു. കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ ഒരു നവോത്ഥാന നായകനായിട്ടുള്ള ഈ കളിയുടെയും പിന്നെ ശ്രീനാരായണന്റെയും സ്വാമികളുടെയും ചാവറപുരി നാടാണ്. ഇവിടെയൊക്കെ സംഭവിക്കാൻ പാടില്ല. എന്നാൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. വഖഫ് വിഷയത്തിൽ ബിജെപിക്കേറ്റ പ്രഹരമാണ് സുപ്രീം കോടതി വിധിയെന്നും എം.എ. ബേബി പറഞ്ഞു. ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ബിജെപിയുടെ ശ്രമം. പാലക്കാട് നഗരസഭ ആരാധിക്കേണ്ടത് ആർ.എസ്.എസ് നേതാക്കളെയല്ല. വഖഫ് വിഷയത്തിൽ തീക്കളിയാണ് ബിജെപി സർക്കാർ നടത്തുന്നതെന്നും സുപ്രീം കോടതി ഇത്രയെങ്കിലും ഇടപെട്ടത് ആശ്വാസകരമാണെന്നും മോദിയും അമിത്ഷായും തിരുത്തലിന് തയ്യാറാകണമെന്നും എം.എ. ബേബി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്ത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. മുനമ്പത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ബിജെപിയും ആർ.എസ്.എസും ശ്രമിച്ചു. എന്നാൽ അത് വിലപ്പോയില്ലെന്നതിന്റെ തെളിവാണ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. മുനമ്പം നിവാസികൾക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കണമെന്നുള്ളതാണ് സർക്കാർ നിലപാടെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. വിഷയം വേഗത്തിൽ പരിഹരിക്കുക എന്നതാണ് പാർട്ടിയും സർക്കാരും ലക്ഷ്യമിടുന്നത്. വർഗീയമായ ചേരിതിരിവില്ലാതെ യോജിപ്പോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതിന്റെ സമയം മാത്രമേ എടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. ചേരിതിരിവ് ഉണ്ടാക്കാനാണ് ബിജെപിയും ആർ.എസ്.എസും മുനമ്പത്ത് ശ്രമിച്ചത്. പക്ഷേ അത് സാധിച്ചില്ല. അതിന്റെ പ്രഖ്യാപനമാണ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം. ഡൽഹിയിൽ ദുഃഖവെള്ളി ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് അനുമതി നിഷേധിച്ച സംഭവത്തിൽ കേരളത്തിന്റെ സവിശേഷ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവിടെ ബിജെപി ദുഃഖവെള്ളി ഈസ്റ്റർ ആഘോഷങ്ങളെ എതിർക്കാത്തതെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യം ലക്ഷ്യം വെച്ചാണ് ബിജെപിയുടെ കേരളത്തിലെ നിലപാടെന്നും എം.വി. ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. തിരിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബിജെപിയും ആർ.എസ്.എസും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ചേരുതിരിവുണ്ടാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ചേരുതിരിവുണ്ടാക്കാനായില്ല എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിരുമേനിയിൽ നിന്നും ഉണ്ടായത്. പക്ഷേ ഡൽഹി ഉൾപ്പെടെ നഗരങ്ങളിൽ ഈസ്റ്റർ ആഘോഷിക്കാൻ അനുമതി പോലും ലഭിച്ചിട്ടില്ല. ഇവിടെ ക്രൈസ്തവർക്കൊപ്പം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ബിജെപിക്ക് എങ്ങനെയാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ആനുകൂല്യം നേടാനാവുക എന്നുള്ള കാര്യമാണ് അവരാലോചിക്കുന്നത്. അല്ലാണ്ട് ക്രൈസ്തവരുടെ താല്പര്യവും സംരക്ഷണക്കും അതിൻ്റെ പ്രശ്നമല്ല. അത് നല്ലപോലെ തിരിച്ചറിയാൻ ഇപ്പോൾ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ശ്രമിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സിപിഎം ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി പാലക്കാട്ടെത്തിയ എം.എ. ബേബിയെ സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഷൊർണൂരിൽ ട്രെയിനിറങ്ങിയ ശേഷം റോഡ് മാർഗമാണ് എം.എ. ബേബി പാലക്കാട്ടെത്തിയത്.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും എം എ ബേബിക്ക് സ്വീകരണം നൽകി. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി പാലക്കാട്ടെത്തിയ എം എ ബേബിക്ക് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഊഷ്മളമായ സ്വീകരണം നൽകിയത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് എന്നിവർ ചേർന്ന് ജനറൽ സെക്രട്ടറിയെ വരവേറ്റു. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ എം എ ബേബിയെ ഹാരമണിയിച്ചാണ് സ്വീകരിച്ചത്. നേരത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് CPM പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ വരവേൽപ്പ് നൽകി. എം എ ബേബിക്കൊപ്പം ഭാര്യ ബെറ്റി ലൂയിസും ഉണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S അജയകുമാർ, M ഹംസ, MR മുരളി, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, DYFI ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ എം എ ബേബിയെ ഷോൾ അണിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം കാർ മാർഗമാണ് പാലക്കാട്ടേക്ക് എം എ ബേബി യാത്ര തിരിച്ചത്. STV ന്യൂസ്, ഷൊർണൂർ, പാലക്കാട്. പാലക്കാട് നഗരസഭയുടെ ഒരു പദ്ധതിക്ക് RSS സ്ഥാപകന്റെ പേരിടുന്നത് ഉചിതമായ നടപടിയല്ലെന്ന് മന്ത്രി MB രാജേഷ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയോ ഭരണാധികാരികളെന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെയോ പേരാണ് പരിഗണിക്കുന്നതെങ്കിൽ യുക്തിയുണ്ടെന്ന് MB രാജേഷ് പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നേതാക്കൾക്ക് സ്മാരകം വേണമെങ്കിൽ അതാത് പാർട്ടികൾക്ക് സ്വന്തമായി നിർമ്മിക്കാമെന്ന് മന്ത്രി MB രാജേഷ് ചൂണ്ടിക്കാട്ടി. നഗരസഭയുടെ പദ്ധതിക്ക് അങ്ങനെ പേര് നൽകുന്നത് ഉചിതമല്ല. ഹെഡ്ഗേവാർ ആദ്യഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പിന്നീട് സജീവമല്ലാതായി. വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പരാതി കിട്ടിയിട്ടില്ല. കിട്ടിയാൽ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ ലോകത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും ലഹരിയുടെ ഉപയോഗം അപകടകരമാണെന്ന് എക്സൈസ് വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി രാജേഷ് പറഞ്ഞു. നമുക്ക് പരിശോധിക്കാം. ബാക്കി അതിന്റെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ പരാതിയും അതിന്റെ ബാക്കി വസ്തുതകളും പരിശോധിച്ചിട്ട് അക്കാര്യത്തിൽ പറയാനാവുക. ഇതില് ഞാൻ പറയുന്നത് ഇതിന്റെ സാങ്കേതികത്വം മറ്റും അവിടെ നിൽക്കട്ടെ. ധാർമ്മികമായും രാഷ്ട്രീയമായിട്ടും അത് ശരിയല്ല. അവരുടെ നേതാവിനൊരു സ്മാരകം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് സ്മാരകം ഉണ്ടാക്കാം. അത് പാർക്ക് തടയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ആരുടെ വീടിന്റെ സ്മാരകം ഉണ്ടാക്കാം. പക്ഷേ അതൊരു സർക്കാർ പദ്ധതിയെ അതിന് ദുരുപയോഗിക്കുന്നത് ശരിയായി പറയാം. സ്വാതന്ത്ര്യ സമരത്തോട് പൊതുവിൽ സ്വീകരിച്ച സമീപനം അതായിരുന്നു. ഒരു ഘട്ടം വരെ ഇവരെല്ലാം അതുകൊണ്ടാണല്ലോ സവർക്കർ ജയിലിൽ പോയത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ്. പക്ഷെ ജയിലിലെത്തിയപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ മാപ്പപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർ വളരെ പ്രകോപിതരാകും. പക്ഷേ ആ പ്രകോപനത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് 6 കത്തുകളോടെ കിടക്കുകയാണ്. അനിഷേധ്യമായ തെളിവുകളോടെ എഴുതി കിടക്കുക. ഇവിടെ ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ. അതെവിടെ എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമല്ല. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് പുതിയ സെക്രട്ടേറിയറ്റ്. 11 അംഗ സെക്രട്ടേറിയറ്റിൽ 2 പേർ പുതുമുഖങ്ങളാണ്. CPM മണലൂർ മുൻ ഏരിയ സെക്രട്ടറി TV ഹരിദാസിനെയും M ബാലാജിയെയും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. MM വർഗീസ്, മുരളി പെരുന്നെല്ലി എന്നിവരുടെ ഒഴിവിലാണ് തെരഞ്ഞെടുത്തത്. UP ജോസഫ്, KV അബ്ദുൽ ഖാദർ, PK ഡേവിസ്, PK ഷാജൻ,
KV നഫീസ, TK വാസു, സേവ്യർ ചിറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, PK ചന്ദ്രശേഖരൻ തുടങ്ങിയവരാണ് മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. PK ചന്ദ്രശേഖരനെ പുതിയ ജില്ലാ LDF കൺവീനറായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളക്കരം ജനങ്ങളെ ദുരിതത്തിൽ ആക്കുകയാണെന്ന് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അൻവർ സാദിഖ് പറഞ്ഞു. ബിൽ കണ്ട് പലരും ഷോക്കേറ്റ അവസ്ഥയിലാണെന്നും പഞ്ചായത്ത് അംഗം കൂട്ടിച്ചേർത്തു. ഇവരിൽ സ്വന്തമായി വീട് പോലും ഇല്ലാത്തവർ പോലും ഉൾപ്പെട്ടിട്ടുണ്ട്. മണ്ണൂർ പഞ്ചായത്തിലെ 20ഓളം പേർ പരാതിയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. വാർഡംഗത്തിനും നിരവധി പരാതികൾ കിട്ടിക്കഴിഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ കുടുംബങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ആദ്യ ബിൽ 3000 രൂപ മുതൽ 4000-ൽ അധികമായി വന്നപ്പോൾ കുടിവെള്ളം മുടങ്ങരുതെന്ന് വിചാരിച്ച് ജനങ്ങൾ നിവൃത്തിയില്ലാതെ വാട്ടർ അതോറിറ്റിയിൽ കൊണ്ടുപോയി ബില്ലടച്ചു. എന്നാൽ അത് കഴിഞ്ഞ് 2-3 മാസങ്ങളിലായി 3000 മുതൽ 26,000 രൂപ വരെ ഓരോ ഉപഭോക്താക്കൾക്കായി ബില്ല് വന്നിരിക്കുന്നത്. ഇത് കയ്യിൽ കിട്ടിയതോടെ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. പഞ്ചായത്തിൽ നിന്ന് അയച്ചാൽ ബില്ല് പെട്ടെന്ന് കൊണ്ടടയ്ക്കാം, പക്ഷെ ഇത്രയും ബില്ല് വന്നാൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ഇത്രയും വെള്ളം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിത് പറ്റില്ല. അവര് ബില്ല് കണ്ടപ്പോ അവര് വീട് പണി നടക്കണമെന്നൊക്കെ ചോദിക്കണം. ഇത്തരം ബില്ല് തന്നെ അങ്ങനെയൊക്കെയുള്ള ചോദിക്കും. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കൃഷി തോനുണ്ട്, വെള്ളം അതിരിക്കും കിട്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ദിവസം ഒരു ഡ്രം അടച്ചിട്ടുണ്ടെങ്കിൽ അത് 3 ദിവസം എത്തിക്കുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് ഈ ബിൽ ഒരിക്കലും താങ്ങാൻ കഴിയുന്നത് അല്ല. വാട്ടർ അതോറിറ്റി അധികാരികളെ ഇതുമായി പഞ്ചായത്ത് അംഗം ബന്ധപ്പെട്ടപ്പോൾ അവരും ഈ കാര്യത്തിൽ കൈമലർത്തുകയാണ്. നിലവിൽ ഈ ബില്ല് അടയ്ക്കാനും അടുത്ത ബിൽ വരുമ്പോൾ പരിശോധിക്കാമെന്നാണ് വാട്ടർ അതോറിറ്റി അധികാരികൾ പറയുന്നത്. ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളാണ് പഞ്ചായത്ത് അംഗം അൻവർ സാദിഖിനെ സമീപിക്കുന്നത്. ഇതിനു ഒരു പരിഹാരം ഉടൻ ഉണ്ടാകണമെന്നും വാട്ടർ അതോറിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിഹാരമുണ്ടായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുമെന്ന് പഞ്ചായത്ത് അംഗവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ അൻവർ സാദിഖ് മുന്നറിയിപ്പ് നൽകി. ഇവരുടെ ലൈഫിൽ ലിസ്റ്റിൽ പേര് വന്നിട്ടും 2-3 കൊല്ലമായി കാത്തിരിക്കുന്ന ഈ പാവപ്പെട്ടവർക്ക് 9,000 രൂപ ബില്ലാണ് വാട്ടർ അതോറിറ്റി ചുമത്തിയിരിക്കുന്നത്. എന്തു ചെയ്യുമെന്നറിയാതെ വല്ലാതെ നെട്ടോട്ടത്തിലാണ് അവർ. വെറും ഒരു ഡ്രം വെള്ളം കൊണ്ട് 3 ദിവസം കഴിയുന്ന ഇവർക്ക് 9,000 രൂപ ബില്ല് വന്നത് വളരെയധികം പ്രതിഷേധമാണ്. ഇതൊരിക്കലും കെട്ടാൻ കഴിയുകയില്ല. ഇതിനെതിരെ വാട്ടർ അതോറിറ്റി അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ വന്ന് സമരം ചെയ്യേണ്ടി വരും. അതിനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് വിനീതമായി അവരോട് അഭ്യർത്ഥിക്കുകയാണ്, അവരോട് അപേക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം ഉണ്ടായത്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ വെച്ചാണ് അപകടമുണ്ടായത്. പുന്നയൂർ കുളത്തുനിന്ന് രോഗിയുമായി പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ ആക്സ് ആംബുലൻസിൽ മാറ്റിക്കയറ്റി കൊണ്ടുപോയി. സംഭവം കണ്ട അതുവഴി പോവുകയായിരുന്ന കുന്നംകുളം MLA AC മൊയ്തീൻ സ്ഥലത്തിറങ്ങുകയും രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി കുറാഞ്ചേരിയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച അപകടം. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മയിൽകുറ്റി തകർത്ത് കാനയിലേക്ക് പതിച്ചു. കുറാഞ്ചേരി ഭാഗത്തു നിന്ന് കേച്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും തൃശൂരിൽ നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടങ്ങൾ തുടർക്കഥയായ മേഖലയിൽ വേഗനിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് അതിരൂപത മെത്രോപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുരിശ് രക്ഷയുടെ മാർഗമാണെന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ മാർ ആൻഡ്രൂസ് താഴത്ത് ചൂണ്ടിക്കാട്ടി. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോസ് വല്ലൂരാൻ, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ, സഹവികാരിമാരായ റവറൻ ഫാദർ പ്രിജോ വടക്കേത്തല, ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ ചടങ്ങുകളിൽ സഹകാർമ്മികരായി. അധർമ്മം നിറഞ്ഞ ഭൂമിയെ രക്ഷിക്കാൻ ദൈവപുത്രനായ യേശു ഭൂമിയിൽ അവതരിച്ചു. പീഡകൾ സഹിച്ച് കുരിശുമരണത്തിലൂടെ ഉദ്ധാനം ചെയ്തതുകൊണ്ട് കുരിശ് രക്ഷയുടെ മാർഗമാവുകയും മഹത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ചടങ്ങുകൾക്ക്
നടത്തുകൈക്കാരൻ ലൂവി കണ്ണാത്ത്, കൈക്കാരന്മാരായ ജോസ് ചിറ്റാട്ടുകര, ജോജു മഞ്ഞില, തോമസ് കോനിക്കര, ഭക്തസംഘടനാ അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. റെക്കോർഡ് സൃഷ്ടിച്ച് കുടുംബശ്രീയുടെ മെഗാ ചവിട്ടുകളി. മുതുതല കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചുവട് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ചവിട്ടുകളിയാണ് ടാലന്റ് റെക്കോർഡ്സ് ബുക്കിൽ ഇടം പിടിച്ചത്. 1040 പേർ ചുവടുവെച്ചപ്പോൾ അത് വേറിട്ട കാഴ്ചയായി. താനേ തനിന്താനേ താനിന്നാനോ പാട്ടിനൊപ്പം 1000-ലധികം കുടുംബശ്രീ അംഗങ്ങൾ ചവിട്ടുകളിയിൽ ചുവടുവെച്ചപ്പോൾ അത് കാണികൾക്ക് വേറിട്ട അനുഭവമായി. മുതുതല കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലാണ് ചുവട 2025 സംഘടിപ്പിച്ചത്. റെക്കോർഡ് ബുക്കിൽ ഇടം നേടാനായിരുന്നു ചവിട്ടുകളി. ഒടുവിൽ 1040 പേർ അണിനിരന്ന മെഗാ ചവിട്ടുകളി ടാലന്റ് റെക്കോർഡ്സ് ബുക്കിൽ ഇടം നേടി. ടാലന്റ് ബുക്സ് ഓഫ് റെക്കോർഡ് നിരീക്ഷകരും കളി വീക്ഷിക്കാനെത്തിയിരുന്നു. ബാലികമാർ മുതൽ മുത്തശ്ശികൾ വരെ ചവിട്ടുകളിയിൽ പങ്കാളികളായി. വള്ളുവനാട്ടിൽ ഉത്സവകാലങ്ങളിലും ഓണം, വിഷു തുടങ്ങിയ വിശേഷ വേളകളിലും നടന്നുവരുന്ന ചവിട്ടുകളി അതിൻ്റെ പ്രാധാന്യമൊട്ടും ചോരാതെയാണ് അവതരിപ്പിച്ചത്. സാധാരണ പുരുഷന്മാർ മുണ്ട് മടക്കിക്കുത്തി തോർത്ത് തലയിൽ കെട്ടി കളിക്കുന്ന ചവിട്ടുകളി സെറ്റുമുണ്ടെടുത്ത് കുടുംബശ്രീയിലെ വനിതകൾ അവതരിപ്പിച്ചതും കൗതുക കാഴ്ചയായി. മാസങ്ങളുടെ അധ്വാനം വേണ്ടിവന്നു ഇതിന്. ചവിട്ടുകളിയെ ജനകീയവൽക്കരിക്കുന്നതിനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ മെഗാ ചവിട്ടുകളി സംഘടിപ്പിച്ചത്. മുതുതല ഗ്രാമപഞ്ചായത്ത് CDSന്റെ മെഗാ ചവിട്ടുകളി ടാലന്റ് ബുക്കിൽ ഇടം നേടിയതായുള്ള സർട്ടിഫിക്കറ്റ് അധികൃതർ കൈമാറി. മെഗാ ചവിട്ടുകളിക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച സാംസ്കാരിക സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് ഒട്ടേറെ ഇതുപോലെയുള്ള മെഗാ ചുവടുവെപ്പുകൾ പല രീതിയിൽ നമ്മുടെ ജില്ലയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലിയൊരു കൂട്ടായ്മയാണ് ഈ രംഗത്ത് ആ പ്രവർത്തനത്തിലൂടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടികജാതി ക്ഷേമ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി പട്ടാമ്പിയിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിക്കും. ഏപ്രിൽ 19 സനാതന ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിലാണ് സെമിനാറെന്ന് PKS ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ സനാതന ധർമ്മമെന്ന പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നവരാണെന്ന് PKS ഭാരവാഹികൾ പറഞ്ഞു. പുതിയ കാലത്ത് സനാതന ധർമ്മമൂല്യത്തിൻ്റെ വക്താക്കളാക്കി ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വിവരണാതീതമായ മനുഷ്യത്വ വിരുദ്ധ വിവേചനങ്ങൾക്കെതിരെ നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിൽ നിരവധി പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് കേരളം. അധികാര ലബ്ധിക്ക് വേണ്ടി വിശ്വാസ പ്രമാണത്തെ വർഗീയമായി ഉപയോഗിക്കുന്ന സംഘപരിവാറിന്റെ പരിശ്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പട്ടികജാതി ക്ഷേമ സമിതി സെമിനാർ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സങ്കീർണമായ സാഹചര്യത്തെക്കുറിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന ലക്ഷ്യം കൂടി സെമിനാറിനുണ്ട്. സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന പേര് സെമിനാറിന് നൽകിയത് തന്നെ ഈ ലക്ഷ്യം വെച്ചാണ്. 19 വൈകിട്ട് 5 മണിക്ക് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിലാണ് പരിപാടി. അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരൻ ശ്രീചിത്രൻ വിഷയം അവതരിപ്പിക്കും. പാലക്കാട് ജില്ലയിൽ ജില്ലാതല സെമിനാർ പട്ടാമ്പിയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സെമിനാർ നാളെ 19-ാം തീയതി 5 മണിക്കാണ് ലിബർട്ടിയിൽ വെച്ച് നടത്തുന്നത്. കൽപ്പകയിൽ വെച്ച് നടത്തുന്നത്. ഇതിൽ ഉയർത്തുന്ന വിഷയം സനാതനം ധർമ്മമോ അധർമ്മമോ എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം വലിയ പുരോഗതി പ്രാപിച്ച സമൂഹമാണ്. വലിയ നീണ്ട പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളം ഈ പുരോഗതി എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ നേടിയ പുരോഗതിയെ പുറകോട്ട് വലിക്കാൻ
വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ, പി ഷൺമുഖൻ, പി ശ്രീനിവാസൻ, EP ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വേനൽമഴ തൂങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ നെല്ലെടുക്കാൻ ഏജന്റിനെയും കാത്ത് ഉള്ളിൽ ഭയപ്പാടോടെ ഇരിക്കുകയാണ് കോട്ടായിലെ കർഷകർ. രണ്ടാം വിള കൊയ്ത് മാസങ്ങളായി നെല്ല് ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. മഴയിൽ നെല്ല് നനഞ്ഞാൽ വീണ്ടും ഉണക്കിയെടുക്കേണ്ടി വരും. ഇത് കർഷകന് ഇരട്ടി ചെലവും വരും. ആളെത്തും എന്ന് പറയുന്നതല്ലാതെ നെല്ല് എടുക്കുന്നതിനായി ആരും ഇതുവരെ എത്തിയിട്ടില്ല. നെല്ലിന് കാവൽ ഇരുന്ന് മടുത്തു എന്നാണ് കർഷകർ പറയുന്നത്. വെൽഫെയർ പാർട്ടിയുടെ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. പത്തിരിപ്പാലയിൽ നടന്ന സ്ഥാപക ദിനാചരണം മണ്ഡലം സെക്രട്ടറി ഉമർ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. കാരണം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമ്മൾക്കറിയാം, ഒരുപാട് കൊലപാതകം നടത്തിക്കൊണ്ടാണ് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും, അത് ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യം. അതുപോലെ തന്നെയാണ് സാഹോദര്യം ഒരു ഭാഗത്ത് ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെയാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ ആരെയും ഭയപ്പെടാതെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായ പോരാട്ടം തന്നെയാണ് വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനസ് സക്കീർ പതാക ഉയർത്തി. ജാഫർ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. റസാഖ്, നാസർ, ഷംസുദ്ദീൻ മാളികക്കൽ എന്നിവർ സംസാരിച്ചു. കോട്ടായി ഗവൺമെന്റ് സ്കൂളിലെ 1982-83 SSLC ബാച്ചിന്റെ സംഗമം ഹൃദ്യാനുഭവമായി. 42 വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ സുഹൃത്തുക്കൾ ഒത്തുചേർന്നത് സ്നേഹത്തിൻ്റെയും ഓർമ്മകളുടെയും ഉത്സവമായി മാറി. കോട്ടായി സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ച ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ബാച്ചിലെ അംഗം കൂടിയായ കുഴൽമന്ദം ബ്ലോക്ക് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ബിന്ദു മുഖ്യാതിഥിയായി പങ്കെടുത്തു. വഖഫ് വിഷയത്തിൽ BJP സർക്കാരിന്റേത് തീക്കളിയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സുപ്രീംകോടതി വിധി BJPക്കേറ്റ പ്രഹരം. ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി പാലക്കാട്ടെത്തിയ MA ബേബിക്ക് ഉജ്ജ്വല വരവേൽപ്പ്. വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുനമ്പത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ BJPയും RSSും നടത്തിയ ശ്രമം വിലപ്പോയില്ലെന്നതിനു തെളിവാണ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെന്ന് MV ഗോവിന്ദൻ. പാലക്കാട് നഗരസഭയുടെ ഒരു പദ്ധതിക്ക് RSS സ്ഥാപകന്റെ പേരിടുന്നത് ഉചിതമായ നടപടിയല്ലെന്ന് മന്ത്രി MB രാജേഷ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയോ ഭരണാധികാരികൾ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെയോ പേരാണ് നിശ്ചയിക്കുന്നതെങ്കിൽ യുക്തിയുണ്ട്. നേതാക്കൾക്ക് സ്മാരകം വേണമെങ്കിൽ അതാത് പാർട്ടികൾക്ക് സ്വന്തമായി നിർമ്മിക്കാമെന്നും മന്ത്രി. ത്യാഗസ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ. വിവിധ കേന്ദ്രങ്ങളിൽ കുരിശിന്റെ വഴി. ഇനി പ്രാർത്ഥനയോടെ ഉയിർപ്പു തിരുനാളിനായുള്ള കാത്തിരിപ്പ്. നമസ്കാരം.